2.5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ചിരിയെ മരണത്തിന്റെ ക്ഷണക്കത്തായി കാണുന്ന ഒരു ജനത. അവൾ അവർക്ക് ദൈവമാണ്. കാലങ്ങളായി നേപ്പാൾ പിന്തുടരുന്ന ആചാരത്തിലെ നായികയാണ് ആ പെൺകുട്ടി. ദുർഗാദേവിയുടെ മറ്റൊരവതാരമായ തലേജു ഭവാനിയുടെ മനുഷ്യരൂപമായ കുമാരി. ആൽമരം പോലെ ശരീരം, പശുവിൻ്റെതുപോലെയുള്ള കൺപിരികങ്ങൾ, ശംഖു പോലെയുള്ള കഴുത്ത്, മൃദുവും വ്യക്തവുമായ ശബ്ദം, കറുത്ത നീളൻ മുടിയും ഇരുണ്ട കണ്ണുകളും, പ്രായപൂർത്തിയാവാത്ത ഭയം ഒട്ടുമില്ലാത്ത ശാന്തമായ ചിരിമാഞ്ഞ മുഖം. ഇങ്ങനെ 32 ലക്ഷണങ്ങൾ തികഞ്ഞവളായിരിക്കണം കുമാരി. ചുവന്ന വസ്ത്രം ധരിച്ച് മുടി മുകളിലേക്ക് കെട്ടിവെച്ച് നെറ്റിയിൽ 3-ാം കണ്ണ് വരച്ചാണ് കുമാരിയെ ഒരുക്കുന്നത്. ആത്മീയ ജ്ഞാനത്തിന്റെ അടയാളമാണ് നെറ്റിയിലെ ആ 3-ാം കണ്ണ്. നേപ്പാളിലെ ഹിന്ദുമത വിശ്വാസികളും ബുദ്ധമത വിശ്വാസികളുമാണ് കുമാരി ദേവിയെ ആരാധിക്കുന്നത്. കുമാരിയുടെ ദർശനം അനുഗ്രഹമാണെന്നാണ് വിശ്വാസം. കുമാരിയുടെ പാദം നെറ്റിയിൽ വെച്ച് അനുഗ്രഹം വാങ്ങാൻ നേപ്പാൾ പ്രസിഡന്റ് മുതലുള്ള ഭക്തന്മാർ കാത്തുനിൽക്കും. പ്രധാനമായും നേവാരി സമുദായത്തിൽ നിന്നോ ശാക്യ കുലത്തിൽ നിന്നോ ആണ് കുമാരിയാകാനുള്ള കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നത് മുതൽ ഋതുമതി ആകുന്നതുവരെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ താമസിക്കാൻ അവർക്ക് അനുവാദമില്ല. കുമാരി ഘട്ടിലായിരിക്കും സ്ഥാനമൊഴിയുന്നതുവരെ അവരുടെ ജീവിതം. കുമാരിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടി ഋതുമതിയായാൽ ദേവി ചൈതന്യം നഷ്ടമാകുമെന്നാണ് വിശ്വാസം. ആഴ്ചകൾക്ക് മുമ്പാണ് നേപ്പാളിലെ പുതിയ രാജകുമാരിയായി 2 വയസ്സുള്ള ആര്യതാര ശാക്യ എന്ന കുഞ്ഞിനെ തിരഞ്ഞെടുക്കുന്നത്. കുമാരിയെ ഒരു നോക്ക് കാണാനും അനുഗ്രഹം വാങ്ങാനും നിൽക്കുന്നവർക്കിടയിലൂടെ കുഞ്ഞിനെയും എടുത്ത് കാഠ്മണ്ഡുവിലെ കുമാരിഘട്ടിലേക്ക് വികാരഭരിതനായി നടന്നുപോകുന്ന അവളുടെ അച്ഛൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് നേപ്പാളിലെ കുമാരി സങ്കല്പം വീണ്ടും ചർച്ചയായത്. ഒരു കുമാരിയെ തിരഞ്ഞെടുക്കാൻ ഒട്ടേറെ കടമ്പകൾ താണ്ടാനുണ്ട്. 5 മുതിർന്ന ബുദ്ധമത വജ്രാചാര്യന്മാരാണ് കുമാരി ദേവിയെ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കൽ അതീവ രഹസ്യവും നിരവധി പ്രത്യേകതയുമുള്ളതാണ്. കുമാരിയുടേത് രാജാവിൻ്റെ അതേ ജാതകമായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെയുള്ള 32 ലക്ഷണങ്ങൾ തികഞ്ഞവളായിരിക്കണം കുമാരി. അവളുടെ ദേഹത്ത് പാടുകളോ മുറിവുകളോ ഉണ്ടാവാൻ പാടില്ല. ജന്മചിഹ്നങ്ങളും ഉണ്ടാവരുത്. എല്ലാ പല്ലുകളും ഉണ്ടായിരിക്കണം. തോളുകൾ വൃത്താകൃതിയിലായിരിക്കണം. തുടങ്ങിയ അസാധ്യമായി തോന്നുന്ന ശരീരപൂർണതകൾ. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കുമാരിമാർക്കുള്ള പരീക്ഷണത്തിൽ യോഗ്യയാവൂ. തിരഞ്ഞെടുക്കപ്പെടുന്ന കുമാരിയെ കാത്തിരിക്കുന്നത് കൊടും പരീക്ഷണങ്ങളാണ്. കാളിദേവിക്ക് ബലിയർപ്പിക്കുന്ന 108 എരുമകളുടെയും ആടുകളുടെയും തലകൾക്കൊപ്പം അവൾ ഒരു രാത്രി ചിലവഴിക്കണം. നേപ്പാളിലെ പ്രധാനപ്പെട്ട ഉത്സവമായ ദശൈനിലെ കാളരാത്രിയിലാണ് ഈ പ്രത്യേക പരീക്ഷണം നടക്കുന്നത്. മെഴുകുതിരികൾ കത്തിച്ച ഒരു മുറിയിൽ അത് സൂക്ഷിക്കും. മുഖം മൂടി ധരിച്ച് കുറച്ച് പുരുഷന്മാർ ചേർന്ന് ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. പെൺകുട്ടി ഭയക്കുന്നുണ്ടോ എന്നാണ് പരീക്ഷിക്കുന്നത്. അതേ മുറിയിൽ മുൻകുമാരിയുടെ വസ്തുക്കൾ അവൾ തിരഞ്ഞു കണ്ടുപിടിക്കേണ്ടി വരും. ഇതെല്ലാം പൂർത്തിയായാൽ നേപ്പാളിലെ ജീവനുള്ള ദേവതാകുമാരിയായി അവൾ അവരോധിക്കപ്പെടും. ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടാൽ ലക്ഷണങ്ങൾ തികഞ്ഞ മറ്റൊരു പെൺകുട്ടിയിലൂടെ പരീക്ഷണം ആവർത്തിക്കപ്പെടും. തിരഞ്ഞെടുത്ത പെൺകുട്ടിയെ ഘോഷയാത്രയുടെ അകമ്പടിയോടെ കുമാരിഘറിലേക്ക് ആനയിക്കുമ്പോൾ സ്ഥാനമൊഴിഞ്ഞ പെൺകുട്ടിയെ കുമാരിഘറിന്റെ പിൻവശത്തുകൂടി രഥത്തിൽ പുറത്തേക്കെത്തിക്കും. ഘോഷയാത്രയ്ക്കിടയിൽ കുമാരി കരയുകയോ കുമാരിക്ക് എന്തെങ്കിലും പരിക്കു പറ്റുകയോ ചെയ്താൽ അനർത്ഥം സംഭവിക്കുമെന്നാണ് വിശ്വാസം. 2024 ഇന്ദ്രചിത്രയിൽ കുമാരിക്ക് നിലത്തു വീണ് പരിക്കു പറ്റിയിരുന്നു. 2025 നേപ്പാളിലുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിന്റെ സൂചനയായിരുന്നു അതെന്നാണ് നേപ്പാളുകാർ വിശ്വസിക്കുന്നത്. പ്രായപൂർത്തിയായി സ്ഥാനമൊഴിയുന്നതുവരെ കുമാരിമാർ ഇന്ദ്രചിത്ര, ദശൈൻ എന്നീ 2 ഉത്സവങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. പുറത്തിറങ്ങുന്ന കുമാരികളെ ചുമലിലേറ്റിയാണ് രഥത്തിലേക്ക് കൊണ്ടുപോവുക. ദേവിയുടെ ജീവനുള്ള അവതാരമായി കണക്കാക്കുന്നതിനാൽ അവളെ ആരാധിക്കുന്ന സ്ഥലത്തല്ലാതെ അവൾക്ക് കാൽ നിലത്ത് വെക്കാൻ അവകാശമില്ല. ഭൂമിയെയും ദൈവമായി കാണുന്നവരാണ് നേപ്പാൾ ജനത. മറ്റൊരു ദൈവത്തെ കുമാരി സ്പർശിക്കുന്നതും അവരുടെ വിശ്വാസപ്രകാരം നിഷിദ്ധമാണ്. മറ്റു കുട്ടികളെ പോലെ കളിക്കാനുള്ള അനുവാദം ഇവർക്കില്ല. ആദ്യകാലങ്ങളിൽ ഇവർക്ക് വിദ്യാഭ്യാസം പോലും നിഷിദ്ധമായിരുന്നു. എന്നാൽ കുറച്ചു കാലങ്ങളായി ഇതിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വകാര്യ ട്യൂഷൻ വഴി ഇവർക്ക് വിദ്യാഭ്യാസം നേടാം. സ്ഥാനമൊഴിഞ്ഞ കുമാരിമാരുടെ ജീവിതം അത്ര എളുപ്പമല്ല. വളരെ ചെറുപ്രായത്തിൽ അസാധാരണ ജീവിതം നയിച്ചതിനാൽ തന്നെ സാധാരണ ജീവിതത്തിലേക്കുള്ള ഇവരുടെ മടങ്ങിവരവിന് സമയമെടുക്കും. മുൻപ് കുമാരിമാരായിരുന്ന പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ നേരത്തെ മരിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ ഇവരെ വിവാഹം ചെയ്യാനും ആരും തയ്യാറാകാറില്ല. കാര്യം ഇങ്ങനെയെല്ലാം ആണെങ്കിലും സമൂഹത്തിലും കുലത്തിലും ഉന്നത സ്ഥാനം ലഭിക്കുന്നതിനാൽ മകളെ കുമാരിയാക്കാൻ ശാക്യ വംശത്തിലെ രക്ഷിതാക്കൾ തമ്മിൽ മത്സരമാണ്. ഇന്നലെ വരെ അവൾ എൻ്റെ മകളായിരുന്നു, എന്നാൽ ഇന്ന് അവൾ ഒരു ദേവതയാണ് എന്നാണ് പുതിയ കുമാരി ആര്യതാര ശാക്യയുടെ പിതാവ് അഭിമാനത്തോടെ പറഞ്ഞത്. ഒന്നും അറിയാത്ത പ്രായത്തിൽ പാൽപുഞ്ചിരി വിരിയേണ്ട മുഖത്ത് ചിരിമാഞ്ഞ് അവൾ വിശ്വാസികൾക്ക് ദർശന പുണ്യം നൽകുകയാണ്.